ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജ്ന സലീം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല്ല് നഷ്ടപ്പെടാനുള്ള കാരണങ്ങളെ പറ്റിയിട്ടും എങ്ങനെ ഈ നഷ്ടപ്പെടുന്നത് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. മനുഷ്യരിൽ രണ്ട് സെറ്റ് പല്ലുകളാണുള്ളത്. ഒന്ന് പാൽപ്പല്ലുകൾ, അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ. പാൽപ്പല്ലുകൾ ഒരു 4 മാസം തൊട്ടൊക്കെ മുളച്ചു തുടങ്ങാറുണ്ട്. ഇത് കുട്ടികളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും ഹെറിഡിറ്ററി അനുസരിച്ചും ഒക്കെ മാറാറുണ്ട്. അതുപോലെ തന്നെ 6-7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മുന്നിലത്തെ പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോയി പെർമനന്റ് ആയിട്ടുള്ള പല്ലുകളൊക്കെ വരാൻ തുടങ്ങാറുണ്ട്. 12 വയസ്സിനുള്ളിൽ ഒരുമാതിരി എല്ലാ പെർമനന്റ് പല്ലുകളും മുളയ്ക്കാറുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് തേർഡ് മോളർ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഈ മൂന്നാമത്തെ അണപ്പല്ല് മുളയ്ക്കാറുള്ളത്. ഈ തേർഡ് മോളർ എറപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടും ഇതിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടും ഒക്കെ ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ മുഖ സൗന്ദര്യത്തിനും നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനും ശരിയായ രീതിയിൽ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യാനും ഒക്കെ നമ്മുടെ പല്ലുകളുടെ ആവശ്യം വളരെ വലുതാണ്. പല്ലുകൾ നഷ്ടമാകുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിന് മാത്രമല്ല, പെട്ടെന്ന് തന്നെ പ്രായം തോന്നാനും ഒക്കെ കാരണമാകാറുണ്ട്. പല്ല് നഷ്ടമാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ അറിയാം. പല്ല് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് മോണരോഗങ്ങളാണ്. മോണരോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പല്ലിന്റെ ബലം ക്ഷയിക്കുകയും പല്ലിന്റെ ചുറ്റുമുള്ള എല്ല് വീക്ക് ആവുകയും പല്ല് യഥാസ്ഥാനത്ത് ഇരിക്കാതെ പല്ല് ചെറുതായിട്ട് ഷിഫ്റ്റ് ആകുക, അല്ലെങ്കിൽ പല്ല് മൂവ് ചെയ്യുക, പല്ല് അനങ്ങാൻ തുടങ്ങുക ഒക്കെ ചെയ്യും. ഇതിന്റെ പ്രധാന കാരണം പല്ല് മോണയിൽ ഉറച്ചിരിക്കണമെങ്കിൽ പല്ലും എല്ലും അതുപോലെ തന്നെ പെരിഡോണ്ടൽ ലിഗമെന്റ് എന്നു പേരുള്ള ഈ ഫൈബറുകളുടെ അറ്റാച്ച്മെന്റും കറക്റ്റ് ആയിരിക്കണം. എന്നാൽ മോണരോഗം വരുമ്പോൾ ഈ ഫൈബറുകൾ നഷ്ടമാവുകയും അതുപോലെ തന്നെ ഉള്ളിലുള്ള എല്ല് ദ്രവിച്ചു പോവുകയും പല്ല് പതുക്കെ അനങ്ങാൻ തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെ പല്ല് പതുക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങുന്നു. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല്ലിൽ നിന്ന് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മോണ വീക്കം ഉണ്ടെങ്കിലോ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വായുടെ ശുചിത്വം മോണരോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും വായുടെ ശുചിത്വം ശ്രദ്ധിക്കുക. എല്ലാ 6 മാസം കൂടുമ്പോഴും ഡെന്റൽ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്ത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെന്റൽ ക്ലീനിങ് ചെയ്യുക. അല്ലാതെ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഹോം റെമഡീസ് ഒന്നും ട്രൈ ചെയ്യാതിരിക്കുക. അതിനു പകരം ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് അസുഖം മാറ്റാൻ നോക്കുക എന്നുള്ളതാണ്. മോണരോഗങ്ങൾ കാരണം പല്ല് കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. ഇതിന് ഫ്ലാപ്പ് സർജറി, അതുപോലെ തന്നെ ഗ്രാഫ്റ്റുകൾ, ഈ ബോൺ പുനർജീവിച്ച് വരാൻ വേണ്ടിയിട്ട് ബോൺ ഗ്രാഫ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പല്ല് കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പല്ലിന് അനക്കം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് കംസ് ഉണ്ടെങ്കിലോ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. സേവ് ചെയ്യാൻ പറ്റുന്ന പല്ലുകൾ മാക്സിമം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ എത്ര ആർട്ടിഫിഷ്യൽ ടീത്ത് വെച്ചാലും നമുക്ക് ജന്മനാ കിട്ടിയിരിക്കുന്ന, അതായത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന പല്ലാണെങ്കിലും മറ്റു ഓർഗൻസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടിയിരിക്കുന്നത് പോലെ വരില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വന്തം പല്ല് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടർ ഇതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് നമുക്ക് സെറ്റ് വെക്കാം എന്നൊക്കെ ചില പേഷ്യൻസ് ഇങ്ങോട്ട് നമ്മളോട് പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. അത്യാവശ്യമാണ്, വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പല്ല് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പല്ല് സേവ് ചെയ്യാൻ പറ്റുന്ന ഇവൻ റൂട്ട് കനാലോ അല്ലെങ്കിൽ മോണരോഗത്തിന്റെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും കറക്റ്റ് ആയിട്ട് അത് ചെയ്ത് പല്ല് സേവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മോണരോഗങ്ങൾ പല്ലിന്റെ ആരോഗ്യത്തിനെ മാത്രമല്ല ജനറൽ ആയിട്ടുള്ള ഹെൽത്തിനെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഈ മോണരോഗങ്ങൾ പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ വരാനും അതുപോലെ സ്ട്രോക്ക് വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പഠനങ്ങൾ പ്രൂവ് ചെയ്ത ഫാക്റ്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പക്ഷേ മോണരോഗങ്ങൾ നിങ്ങൾക്ക് വരാനിരിക്കുന്ന മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും അസുഖത്തിന്റെ ഒരു ലക്ഷണത്തിന്റെ ഭാഗമായിട്ടാവാം. അതുപോലെ തന്നെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒക്കെ മോണരോഗം വരാറുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ മോണരോഗത്തിനുള്ള കാരണം എന്ന് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ലോക്കൽ ഫാക്ടേഴ്സ് മാത്രമല്ല, നമുക്ക് ജനറൽ ആയിട്ടുള്ള ഹെൽത്തിനെയും നമ്മുടെ മോണരോഗവും റിലേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് മോണരോഗങ്ങൾ വരാനും മോണരോഗങ്ങളുള്ള ഒരാൾക്ക് ഡയബറ്റീസ് വരാനുമുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള 2 അസുഖങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും മോണരോഗങ്ങൾ നിങ്ങൾ അവഗണിക്കരുത്. ഒരു പക്ഷെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ മുന്നോടിയായിട്ട് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണമാവാം. അതുപോലെ പല അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ കാരണം മോണ വീക്കം അതുപോലെ മോണയിൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ജിഞ്ചൈവൽ ഹൈപ്പർപ്ലേസിയ എന്ന് പറയും. അതായത് ഇപ്പൊ എപ്പിലെപ്സിക്ക് പോലെ
പോലുള്ള, അതായത് ജെന്നി വരിക, ഫിക്സ് വരുന്നതിന് പോലുള്ള മരുന്ന് കഴിക്കുന്നത്, അതുപോലെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവരിലൊക്കെ മോണയിൽ ഓവർ ഗ്രോത്ത് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെന്റൽ കൺസൾട്ടേഷനിൽ ഇത് ഡോക്ടറോട് പറയുക. അതിനുവേണ്ട ട്രീറ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഡ്രഗ് ചേഞ്ച് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ നമ്മൾ ഫിസിഷ്യനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ മരുന്നുകൾ മാറ്റാറുണ്ട്. എന്നിരുന്നാലും ഈ ജിഞ്ചവൽ ഗ്രോത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത്. രണ്ടാമതായിട്ട് പല്ല് നഷ്ടപ്പെടാനുള്ള കാര്യമാണ് പല്ലിൽ പോടുണ്ടാവുന്നത്. പല്ലിൽ ക്യാവിറ്റി ഉണ്ടായി, ഫുഡ് കയറുന്നുണ്ടായിരുന്നു, ആ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തില്ല, പെയിനും ഇൻഫെക്ഷനും ഒക്കെ വന്നു, ആ സമയത്ത് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു, റൂട്ട് കനാൽ ചെയ്യാൻ പറയുന്നു, ആ സമയത്ത് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നില്ല, പല്ല് ദ്രവിച്ച് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് എത്തുമ്പോൾ പല്ല് എടുത്തു കളയാൻ തന്നെ ഡോക്ടർ പറയും. അങ്ങനെ പല്ല് നഷ്ടമാവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫുഡ് കയറുമ്പോൾ തന്നെ ഡോക്ടർ പറയുമ്പോൾ ഫില്ലിംഗ് ചെയ്യുക. ഇതിനാണ് നമ്മൾ എല്ലാ 6 months കൂടുമ്പോഴും ഡെന്റൽ കൺസൾട്ടേഷൻ വേണമെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും നേരത്തെ തന്നെ ചികിത്സ ചെയ്യാനും സാധിക്കും. അപ്പൊ ഫില്ലിങ്ങിന്റെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ റൂട്ട് കനാലിന്റെ എക്സ്പെൻസ് വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് ഫില്ലിങ്ങിൽ ചെയ്യാൻ പറ്റുന്നത് ഫില്ലിംഗ് തന്നെ ചെയ്ത് നിർത്തുന്നതാണ് നല്ലത്. ഏതൊരു അസുഖവും നേരത്തെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്കത് കൂടുതൽ വഷളാവാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഈ പല്ലിന് വേദനയാണ് എന്നുണ്ടെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് പല്ല് അവിടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എടുത്ത് കളയുന്ന ഒരു ഓപ്ഷനിലോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. റൂട്ട് കനാൽ ചെയ്ത് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, എല്ലാ തവണയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം വാ കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ബ്രഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്ലോസിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പല്ലിന്റെ ഇടവശങ്ങൾ, അതായത് പല്ലിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ നമ്മൾ ഫ്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ ക്ലീൻ ആവുള്ളൂ. അപ്പൊ ഒന്നെങ്കിൽ അത് ത്രെഡ് ഉപയോഗിച്ചിട്ട്, ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്ന ഇതുപോലെ വാക്സ് കോട്ടഡ് ആയിട്ടുള്ള ത്രെഡുകൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ ഫ്ലോസുകളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്, അത് ഉപയോഗിച്ചിട്ടാണെങ്കിലും പല്ലിന്റെ ഇടവശങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് ക്യാവിറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഷുഗർ കണ്ടന്റ് നല്ല രീതിയിൽ കുറയ്ക്കുക. ഷുഗറിന്റെ ഉപയോഗം കംപ്ലീറ്റ്ലി നിർത്തുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഷുഗർ കൺസ്യൂം ചെയ്യുന്നത് പല്ല് കൂടുതൽ കേടാവാനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കാരണമാകുന്നുണ്ട്. പഞ്ചസാര ഒരു മാസം നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ബെനിഫിറ്റുകളെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് വീഡിയോ കാണുക. മൂന്നാമതായിട്ട് പല്ലിൽ ഇപ്പോൾ എന്തെങ്കിലും അഗാധങ്ങളേക്ക് ആക്സിഡന്റ് പറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഇടിച്ച് വീഴുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ഇഞ്ചുറി, ഇതൊക്കെ കാരണം നമുക്ക് പല്ല് നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ആക്സിഡന്റലായിട്ട് സംഭവിക്കുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ സ്പോർട്സ് ഇഞ്ചുറി, അതുപോലെ തന്നെ നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർ ഒക്കെ തീർച്ചയായിട്ടും മൗത്ത് ഗാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെയുള്ള ഡെന്റൽ ട്രോമാസും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് മൗത്ത് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ട്രേകളാണ്. ഇത് പല്ല് തമ്മിൽ കൂട്ടി ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളും അതുപോലെ ഇപ്പം എന്തെങ്കിലും ഹിറ്റ് ചെയ്ത് അപകടങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ തീർച്ചയായിട്ടും ആ കാര്യം ശ്രദ്ധിക്കുക. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ സ്പോർട്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും ഇതുപോലെ മൗത്ത് ഗാർഡ് യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആക്സിഡന്റിൽ പല്ല് ഇപ്പൊ എവിടെയെങ്കിലും ഇടിച്ച് വീണപ്പോൾ പല്ല് പൂർണ്ണമായിട്ടും ഊരി വെളിയിൽ വന്നു, അല്ലെങ്കിൽ പല്ല് കുറച്ചൊന്ന് താഴോട്ട് ഇറങ്ങി വന്നു, പക്ഷെ പൊട്ടലുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പല്ല് തിരിച്ച് നമ്മുടെ സ്വന്തം പല്ല് തന്നെ നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് കൈയും കാലും ഒക്കെ ഒടിയുമ്പോൾ പ്ലാസ്റ്റർ ഇടുന്ന പോലെ നമ്മൾ ഈ പല്ല് തിരിച്ച് റീപൊസിഷൻ ചെയ്തിട്ട് കമ്പിയിട്ട് ഒരു 3 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്ത് ഇത് അവിടെ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. ചിലവരിലാവട്ടെ ഇത് ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഈ പല്ല് അവിടെ ഉറയ്ക്കാറുണ്ട്. പിന്നെ അതിന് നമ്മൾ സിസ്റ്റോ അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ചെയ്ത് ഇത് സേവ് ചെയ്യാറുണ്ട്. അപ്പൊ പല്ല് ആക്സിഡന്റിൽ ഊരി വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും പാലിലോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ വായിൽ തന്നെ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് സലൈവ, അതായത് ഉമിനീര് തുപ്പിയിട്ട് അതിൽ പല്ലിട്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡെന്റൽ ക്ലിനിക്കിൽ ചെല്ലുക. അത് റീഫിക്സ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് റീഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, പല അസുഖങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടും പലതരത്തിൽ നമുക്ക് പല നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ്, ഷുഗർ ഉള്ളവരിൽ, ഹൈ BP മരുന്ന് കഴിക്കുന്നവരിൽ, അതുപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള ആർത്രൈറ്റിസുകൾ, വാദം ഉള്ളവരിൽ പല നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. വൈറ്റമിൻ C ഡെഫിഷ്യൻസി ഉള്ളവരിൽ പല നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വൈറ്റമിൻ A ഡെഫിഷ്യൻസിയിൽ ഇനാമലിൽ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് പല നമുക്ക് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് കാരണമാകാറുണ്ട്. അപ്പൊ ഹൈ BP ഉള്ളവർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർ അതനുസരിച്ച് നമ്മുടെ രോഗം കൺട്രോളിലാക്കി നിർത്തുക. ഫിസിഷ്യൻ റെഗുലർ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. ഇതിന്റെ എന്തെങ്കിലും ഇമ്പാക്റ്റുകൾ നിങ്ങളുടെ വായിലോ നാക്കിലോ ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഡെന്റിസ്റ്റിനെ കാണുക. അതുപോലെ തന്നെ ഫിസിഷ്യന്റെ കൺസൾട്ടേഷൻ റെഗുലർ ആയിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
പിന്നെ പല മരുന്നുകൾ കഴിക്കുന്നവരിൽ മോണയുടെ അമിതമായ വളർച്ച, അതുപോലെ പല്ലിൽ നിറവ്യത്യാസമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മരുന്ന് എടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇതിന്റെ ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യേണ്ടതാണ്. അഞ്ചാമതായിട്ട് നമ്മൾ ഡയറ്റിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യുക. പലതരത്തിലുള്ള ന്യൂട്രീഷണൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ കാരണം പല്ലുകൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും റെഗുലർ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ, അതായത് പച്ചിലകൾ, അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ധാരാളം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ചെറിയ മത്സ്യങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അമിതമായിട്ട് ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ സോഡ, പെപ്സി, കൊക്കോകോള പോലുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പുകവലി, മദ്യപാനം ഇതൊക്കെ തന്നെ പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇനി പല്ല് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കൺട്രോളിൽ വെക്കുക. അതുപോലെ ഹൈ BP ഉള്ളവർ കൺട്രോളിലാക്കി വെക്കുക. ആർത്രൈറ്റിസ് ഉള്ളവർ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകുക. എവറി 6 months ഡെന്റൽ കൺസൾട്ടേഷൻ ചെയ്യുക. ഓറൽ ഹൈജീൻ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. 2 നേരം ബ്രഷ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്ലോസിങ് ചെയ്യുക. ടങ് ക്ലീൻ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് ഒരു പരിധി വരെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡെന്റൽ ഇൻഫെക്ഷനുകൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പല്ല് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു ഡെന്റൽ കൺസൾട്ടേഷൻ നടത്തിയിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും മോണരോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ മോണരോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ ചെറിയ പോളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് സമയത്ത് ഫില്ലിംഗ് ചെയ്തിട്ട് അത് ഡീപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.